വെളുക്കുക. കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ നിർഭാഗ്യത്തിലേക്കൊക്കെ പോയപ്പോ ചേർത്ത് നിർത്തിയത് ലീഗാണ് അല്ലേ? ഒരു കാലത്ത് ഈ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഈ പറമ്പിലൊക്കെ നമ്മൾ എത്ര പെരുന്നാള് മാസപ്പിറവി വിശദീകരിച്ചിട്ടില്ലേ? മാസം കണ്ടതിന്റെ പേരില് പെരുന്നാള് വരുന്ന സമയത്ത് ഒരു പെരയില് നോമ്പ്, ഒരു പെരയില് പെരുന്നാള്. നമ്മുടെ നാട്ടിൽ എത്ര നിർഭാഗ്യങ്ങളുണ്ടായി. മതസംഘടനകളുടെ ഊക്ക് കാണിക്കാൻ പെരുന്നാള് കമ്മിറ്റി ആ പെരുന്നാൾ പ്രഖ്യാപിക്കുക. മറ്റേ ഉസ്താദ് ഉണ്ടായിരുന്നു, മൂപ്പര് പിന്നെ എല്ലാത്തിലും ഉണ്ടാവും. എല്ലാ ബലാലിനും നേതൃത്വം കൊടുക്കുന്നത് മൂപ്പരാണല്ലോ. ഞങ്ങൾക്ക് അതൊന്നും പറയാൻ മടിയില്ല. നിങ്ങൾ മതസംഘടന അല്ല, നിങ്ങൾ മതം തന്നെയാണ്. ഞാൻ പലരും പറയാറുണ്ട്, മുട്ടത്തുകാവിലെ മുത്തപ്പനെ മൂർത്തിയായി ആരാധിക്കുന്ന മതത്തെ പോലെ കാരന്തൂർ കാവിലെ കാന്തപ്പനെ ആരാധിക്കുന്ന മതത്തിന്റെ പേരാണ് കാന്തമതം. അതിങ്ങനെ വളച്ചു കെട്ടി പറയുന്നു വേണ്ട, ഉറക്കെ പറയാം. മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് പേടിയില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ ഭയം. അങ്ങനെ പറഞ്ഞല്ലോ ഒരാള്, പേടിയൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ ഭയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ഉറപ്പിച്ച് നമ്മൾ ദ്വാരക്കാണ്. ആ കാനൂരിലെ കുട്ടികളൊക്കെ നമ്മളോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് എ പി ഉസ്താദിനായിട്ട് ബന്ധമുണ്ടോ? ഞാൻ പറയില്ല. ബന്ധമുള്ളവരായിട്ട് ബന്ധമുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമ്മളെ നാട്ടിൽ വന്നിട്ട് ഉസ്താദിനെ ഇങ്ങനെ കൈമുത്തുകയാണ്, സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് തിരക്കാണ്. അപ്പൊ അനൗൺസർ വിളിച്ചു പറഞ്ഞാ, ഇനി ആരും ഉസ്താദിനെ മുത്തരുത്, വേണമെങ്കിൽ മുത്തിയവരെ മുത്താവുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടു വേണമെങ്കിൽ പേരോട് ഉസ്താദിനെ മുത്താവുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ മുത്തിയോരെ മുത്തിയിട്ടുള്ള ഈ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അവരെ സഹാബി എന്ന് പറയും, സുഹബത്ത് കിട്ടിയ ആള്. ആ സഹാബിയെ കണ്ട് അവിടുത്തെ മൊഴി കേട്ട ആള് താബിയാണ്. ആ താബിനെ കണ്ട ആള് താബിയാണ്. ഇസ്ലാമിന്റെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണ്. ഇവർക്കിടയിലുണ്ട് ഈ സഹാബിയും താബിയും ഒക്കെ. നേരിട്ട് മുത്തുണോൻ പരമബോറന്മാർ. വേറെ എന്താ നിങ്ങളെ പറ്റി പറയാം? ഞങ്ങൾ നിങ്ങളെ തെരുവിൽ നിങ്ങളെ തുണി പൊക്കി കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചല്ല. പക്ഷേ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഞങ്ങളുടെ ശംസുവിന്റെ രോമത്തിലേക്ക് നിങ്ങളുടെ കൈ ഉയർന്നപ്പോ ആ ഉയർന്ന കൈ ഏത് കമറിന്റെ കൈയാണെങ്കിലും ആ കൈ തിരിച്ചു കൊടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിങ്ങനെ ഇടക്കിടക്ക് പറയും. ഞങ്ങൾക്ക് എന്തോ റാഹത്താന്നറിയോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കേട്ടു, എത്ര വലിയ ദുആയിരുന്നു. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, അള്ളാഹുവിന്റെ റസൂലൊക്കെ നിങ്ങളെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നാണ് നിങ്ങളൊരു വെപ്പ് അല്ലെ? ആകാശത്തുള്ള അള്ളാഹു ഉസ്താദിനോട് ചോദിക്കാതെ ഒന്നും നടക്കണില്ല എന്നാണ്. എന്തൊക്കെ കിനാവ അവര് കണ്ടിരുന്നത്. ഹൗദുൽ കൗസറിന്റെ അവിടെ ഇതിങ്ങനെ കൊടുക്കണ സമയത്ത് എ പി ഉസ്താദിനെ കാണില്ല. അപ്പൊ നമ്മളെ മറ്റേ കൊണ്ടൂർ ഉസ്താദിന് വലിയ സങ്കടം. കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഹൗദുൽ കൗസർ കുടിക്കാൻ തന്നെ വരണില്ല. അപ്പൊ ചോദിച്ചു, SSF-ന്റെ റെക്ടർ സെക്രട്ടറി ചോദിച്ചു, എന്താ നിങ്ങൾ വരാത്തത്? ഖമറുലുലമല്ലാതെ ഞമ്മക്ക് എന്താ ഹൗദുൽ കൗസറാണ്? അപ്പൊ അവിടുന്ന് പോയിട്ട് മറ്റേ ഉസ്താദ്, പൊന്മള ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, കൊണ്ടൂർ ഉസ്താദെ, ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം, നിങ്ങൾ വിഷമിക്കണ്ട. ഹൗദുൽ കൗസർ കൊടുക്കുന്നിടത്ത് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത് ഉസ്താദാണ്. നാണക്കേടെ, നിന്റെ പേരാണോ AP അബൂബക്കർ മൗലവി എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഞങ്ങൾ നേരിടണ്ടേ? കളിച്ച് നിങ്ങൾ എവിടെ എത്തി? അള്ളാന്റെ റസൂലിന്റെ ഷിയാറിനെ കളിച്ചു. പുണ്യ നബി തിരുമേനി